ഓക്കെ ഗായ്സ് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നലെ ഇട്ട കഴിഞ്ഞ വീഡിയോ ഞങ്ങളൊക്കെ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവുമായിരിക്കും. ഓക്കെ ഗൈസ്, നമ്മുടെ ഷിൻജാനെങ്ങളൊക്കെ ഗൈസ് നമ്മുടെ ഗ്രാനിങ്ങളൊക്കെ എന്തായാലും തട്ടിക്കൊണ്ട് എന്തായാലും പോയിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ഷിൻജാനെങ്ങളൊക്കെ തട്ടിക്കൊണ്ട് നേരെ എന്തായാലും ഗ്രാനിയുടെ വീട്ടിൽ എന്തായാലും കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നത്. നമ്മളാണെങ്കിൽ നമ്മുടെ ലെസ്റ്ററിൻ്റെ സഹായത്തോടെ നമ്മളെന്തായാലും ഷിൻജാൻ്റെ ലൊക്കേഷനുകളൊക്കെ എന്തായാലും നമ്മളെന്തായാലും കണ്ടുപിടിച്ച് നമ്മളങ്ങനെ നേരെ എന്തായാലും അവനെ എന്തായാലും നമ്മളെന്തായാലും അവിടെ നിന്ന് എന്തായാലും രക്ഷിച്ച് നമ്മളെന്തായാലും കുറേ പാടിട്ട് നമ്മളങ്ങനെ വെളിയിലിറങ്ങുന്ന സമയത്താണ് നമുക്ക് നല്ല എന്തായാലും പണികളൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാനിങ്ങളൊക്കെ സത്യത്തിൽ പോയിട്ട് പെട്ടെന്ന് തന്നെ എന്തായാലും വന്നു. ഗ്രാനി മാത്രമല്ല, ഗ്രാനിയുടെ കൂടെ ഗ്രാൻഡ് പയും കൂടെ എന്തായാലും ഉണ്ടോക്കെ. അപ്പോൾ ഗ്രാൻഡ് പയും കൂടെ എന്തായാലും പെട്ടെന്ന് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട്. ഞാനാണ് ഷിൻജാൻ്റെ കൂടെ എന്തായാലും കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ഈ ഒരു വണ്ടിയിലാണ് അവിടെ ഷിൻജാൻ്റെ തട്ടിക്കൊണ്ട് പോയെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഗ്രാൻഡ് പൈ ഇരിപ്പുണ്ട്. ഇനി എന്താവുമെന്ന് ഒരു ഐഡിയ എന്നല്ല. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമ്മളിനിയിപ്പോൾ എന്ത് ചെയ്യും? ഈ ഗ്രാൻഡ് പേ നമ്മളെങ്ങനെ കൊല്ലുകയെല്ലാം ചെയ്യുമോ? എടാ ഷിൻജാനെ, എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും പെട്ടെന്ന് നമ്മുടെ ഡിഫൻഡർ എടുത്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഓടാം. അല്ല വേറെ വഴിയില്ല, അല്ലെങ്കിൽ ഗ്രാൻഡ് പേ കൂടെ നമ്മളെ കൊല്ലും. പെട്ടെന്ന് കയറാ ഷിൻജാനെ. ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോണ നീ കണ്ടോ? ഞാൻ പറത്തി അടിക്കാൻ പോകണം വണ്ടിയാകുമ്പോൾ. ആയിക്കോ. ഓക്കെ, അവിടെ ഇപ്പോൾ എന്തായാലും ഗ്രാനിയുടെ വണ്ടിയാണ് കിടക്കുകയാണ്. അതിലൂടെ കൊണ്ടങ്ങ് ഇടിച്ചങ്ങ് കയറ്റുകയാണ്. ഓക്കെ, എന്താവോന്ന് അറിഞ്ഞൂടെ നമുക്ക് എന്തായാലും നോക്കാം. എൻ്റെ മോനെ, നമ്മൾ ആ വണ്ടി ഇടിച്ചിട്ടുണ്ട് ഗൈസ്. ഇടിച്ചിട്ടും കാര്യമില്ല, ആ വണ്ടി അവിടെ തന്നെ കിടപ്പുണ്ട്. എൻ്റെ മോനെ, നൈസായിട്ട് പണി പാളി. ഇതിപ്പോൾ എന്താണ് സംഭവിക്കണത്? ഇത് നമ്മളല്ലേ? നമ്മൾ താഴോട്ടൊക്കെ പോണ, ഇതെന്താണ്? ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം എന്താണ് സംഭവിക്കണമെന്ന് എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല ഗൈസ്. നേരത്തെ തന്നെ ഗൈസ് നമ്മളെന്തായാലും ജുറാസിക് പാർക്കിലാണൊക്കെയാണ് നിന്നതെന്ന് വെച്ചാൽ നമ്മളാണെങ്കിൽ ഗ്രാനിയുടെ കാറിലാണെങ്കിൽ നമ്മളെന്തായാലും നൈസായിട്ട് നമ്മുടെ ഡിഫൻഡർ വെച്ച് കൊണ്ടിടിച്ചായിരുന്നു. നമ്മൾ ഇടിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് എങ്ങോട്ടും നമ്മളെന്തായാലും ടെലിപ്പോർട്ടായി എന്തോ ഒരു സാധനത്തിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ ആ ഗ്രാനി എടുത്ത് അടിച്ചെറിഞ്ഞിട്ട് എന്തായാലും ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നമ്മളെന്തായാലും അടിച്ച് തറയിൽ എന്തായാലും വീണ്ടും നമ്മൾ വേറെ എവിടെ ഇപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. ഇത് ഏത് സ്ഥലമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. ഇവിടെ എന്തോ വീട് പോലെ എന്തോ ഒരു സംഭവമുണ്ട് കേസ്. അതുപോലെ തന്നെ വേറൊരു സീനെന്ന് വെച്ചാൽ കേസ് എൻ്റെയും ഷിൻജാനെ അടിച്ച് പണ്ടാരടക്കിയിട്ട് എന്നാലും ഉണ്ട് കേസ്. ഗ്രാനി എന്ന് വെച്ചാൽ ഷിൻജാനൊക്കെ അവിടെ കിടപ്പുണ്ട്. എടാ ഷിൻജാനെ ഒന്ന് എണീറ്റ് വേടാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇത് ഏത് സ്ഥലം? നമ്മളിത് എവിടെയാണ് നിൽക്കണ? ആവോട്ടെ, എനിക്കറിഞ്ഞൂടാ. എടാ ഷിൻജാനെ, ഇത് ഏത് സ്ഥലമാണെന്നൊന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. നമ്മളിത് എവിടെയോ നിൽക്കുകയാണ്. എൻ്റെ മുമ്പ് ഇത് എവിടെയാണോ എന്തോ. എടാ ഷിൻജാനെ, നീ എൻ്റെ കൂടെ വാടാ. പക്ഷെ എന്നാലും നമ്മളിത് എവിടെയാണെന്ന് ഒരു ഐഡിയ ഒന്നുമില്ല. ഈ ഗ്രാനി നമ്മൾ എവിടെയാണ് കൊണ്ടിട്ടെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ മോനെ ഗൈസ്, ഇതൊരു ഗ്രേവ്യാർഡാണ്. എൻ്റെ പൊന്നെ ഗൈസ്, ഇതെന്ന് വെച്ചാൽ ഗൈസ് ഒരു ഗ്രേവ്യാർഡ് കണക്കാണ്. ഇവിടെ ഇഷ്ടം പോലെ ശവപ്പെട്ടി ഉണ്ട്. ഈ ശവപ്പെട്ടിയിലല്ല, ഇവിടെ ഇഷ്ടം പോലെ മറ്റേ ഇത് നമുക്കുണ്ട് ഗൈസ്. ഓക്കെ, കോഫിൻ, അതായത് കല്ലറ. ഇതൊരു കല്ലറയാണ് ഗൈസ്. ഓക്കെ, എൻ്റെ ഇവിടെ കുറേ ശവങ്ങൾ അടക്കിയിട്ടുണ്ട്. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്കാകെ പേടിയാണ്. നമുക്ക് തിരിച്ചു പോവാം. എടാ ഷിൻജാൻ, നമുക്ക് ഇവിടുന്ന് ഒരിടത്തും പോകാൻ പറ്റൂലടാ. നമ്മളിവിടെ പെട്ട് കിടക്കുകയാണ്. ഒന്ന് മിണ്ടായിരിക്കണം, നോക്കട്ടെ എന്താണെന്ന് ഗൈസ്. ഇവിടെ കുറേ ശവങ്ങൾ അടക്കിയിട്ടുണ്ട്. ഇത് ആരാണെന്ന് എനിക്കറിഞ്ഞൂടാ. എൻ്റെ മോനെ, ഇവിടെ എന്തോ എഴുതിയിരിക്കണല്ലോ. ഡിയർ ഹസ്ബൻഡ് ആൻഡ് ഫാദർ, 17 ഡിസംബർ 1770, 26 മാർച്ച് 1827. ഷെടാ ഗൈസ്, ഒരു ശവപ്പെട്ടിയിൽ തന്നെ 2 പേര് അടക്കിയേക്കണ. എനിക്കറിഞ്ഞൂടാ ഗൈസ്, 2 പേര് എഴുതിയിട്ടുണ്ട് കേട്ടാ. ഹസ്ബൻഡ് ആൻഡ് ഫാദർ. എനിക്ക് വേറെ ഏതെങ്കിലും ശവപ്പെട്ടി നോക്കട്ട്. ശവപ്പെട്ടിയിൽ വേറെ ഏതെങ്കിലും കല്ലറ. ഓ, ഇതിലും അങ്ങനെ തന്നെയാണ് ഗൈസ്. ഡിയർ ഹസ്ബൻഡ് ആൻഡ് ഫാദർ. ഇതിലുള്ള കുറേ എണ്ണത്തിൽ ഡിയർ ഹസ്ബൻഡ് ആൻഡ് ഫാദർ എന്നാണ് എഴുതിയിരിക്കണത്. ഭർത്താവിനെയും അച്ഛനെയും അടക്കിയേക്കണം. ഇത് എന്താണ് സംഭവം എന്ന് പറഞ്ഞത്? എടാ ഷിൻജാനെ, ഇങ്ങോട്ട് വാടാ. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇതേ സ്ഥലം. ഇവിടെ കുറേ ശവങ്ങൾ അടക്കിയേക്കണല്ലോ. നമുക്കെങ്ങനെ പണി കിട്ടുമോ? ആ ഷിൻജാനെ പേടിക്കണ്ട, നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ടല്ലോ. ഈ വെപ്പൺസ് വെച്ച് ഗ്രാനിയെ അടിച്ചിട്ടാൽ മതിയായിരുന്നു. ഞാൻ ഓർത്തില്ല. ഈ ഗ്രാനി നമ്മളേതോ ഗ്രേവിയാർഡിൽ കൊണ്ടിട്ടേക്കാണ്. ഷിൻജാനെ വാടാ, സീനില്ല. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ, എനിക്ക് പേടിയാണ്. ഓക്കെ, നമ്മളിവിടെ ഇപ്പോൾ ഓടി ഏതോ ഒരു വീടിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ അമ്പോ, പക്ഷെ ഇതെന്താണ് സംഭവം എന്ന് എനിക്കറിഞ്ഞൂടാ. നമ്മളേതോ വീട്ടിലെത്തിയേക്കാണ്. നമുക്കെന്തായാലും നേരെ എന്തായാലും
പോവാം. എടാ ഷിൻചാനെ വാടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ ഇത് ആരെ വീടാ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ നിന്റെ കൂടെ അല്ല താമസിക്കണം, അതായത് പ്രേതത്തിൻ്റെ കൂടെ അല്ലല്ലോ. ഷെൻ്റെ കളിക്കൂടെ വല്ലതും ഉണ്ടാ? ഷെൻ്റെ മോനെ, ഗ്രാനി നമ്മൾ കൊണ്ടിട്ട സ്ഥലം കണ്ടാ? പക്ഷെ എന്നാൽ ഇത്രയൊന്നും ചെയ്യണ്ടായിരുന്നു ഗ്രാനി. നമ്മൾ എങ്ങോട്ടാണ് കൊണ്ടിട്ടിരിക്കണമെന്ന് അറിഞ്ഞു. ഇത് ഏത് സ്ഥലമെന്ന് അറിഞ്ഞൂടാ. നമ്മുടെ ആ സിറ്റി കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ്. എന്റെ മോനെ ഇതെന്താണ്? ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പം നൈസായിട്ട് പണിപ്പാളിയൊക്കെയാണ് ഗൈസ്. എന്തോ ഒരു കുട്ടി പിശാച് പോലത്തെ സാധനം ഒന്ന് എൻ്റെ കാല് കടിച്ചു. പക്ഷേ സീനില്ല, നമ്മുടെ കയ്യിൽ വെപ്പൺസ് ഉണ്ട്. പോകട്ടെ. ഓ ഇതെന്താണ് സീൻ ഗൈസ്? എന്നെ വിടണില്ലല്ലോ. അയ്യോ ഇതെന്താണെന്ന്. എടാ ഷിൻചാനെ മാറിക്കടാ, നിന്നെ കടിക്കടാ. കടിച്ചാൽ ചിലപ്പോൾ നമ്മളും പ്രേതങ്ങളാവും. എടാ ഇത് എന്തുകൊണ്ട് എന്നെ കാലിൽ നിന്ന് വിടണില്ലല്ലോ. ചേടാ ഇത് വലിയ ശല്യമായല്ലോ. ഇതെൻ്റെ ബാക്കി തന്നെ നിൽക്കുകയാണ്. എൻ്റെ അമ്മ ഇതിനെ കൊല്ലാനേ പറ്റണില്ല. പക്ഷെ ഇതെന്ത് തേങ്ങയാണ്? ഓ ചത്ത് കേട്ടാ, ചത്തില്ലേ? ചേടാ ഇതെന്തൂടാ? അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ എൻ്റെ ബാക്കിലും ഉണ്ട്. എടാ ഷിൻചാനെ പേടിക്കണ്ടാ, ഇപ്പം ശരിയാക്കി തരാം. ഓ ഇതെന്താണ്? എൻ്റെ കാലിൻ്റെ ബാക്കി തന്നെ നിൽക്കുകയാണ്. മനുഷ്യൻ ഓരോരുത്തും നിൽക്കാൻ പറ്റുള്ള. ആ ഇവിടെ ബ്ലോക്കേഡ് ഉണ്ട്. അടിച്ചടിച്ച് ചാവ്. അതൊക്കെ അത്രേ ഉള്ളൂ. റോക്കറ്റ് ലോഞ്ചർ കൂടെ വിടാം. അല്ല പിന്നെ എൻ്റെ കാല് കടിച്ച്. എടാ ഷിൻചാനെ നീ എവിടെയാണോ? അയ്യോ നൈസായിട്ട് പളിപ്പോളി. ഷിൻചാൻ്റെ അടുത്ത് തുറന്ന് നിൽക്കുകയാണ്. ഷെൻ്റെ ഓമ്പോ നമ്മളവനെ അടിച്ചിട്ട്. എടാ ഷിൻചാനെ ഇങ്ങോട്ട് വാടാ. ആ ഫ്രാങ്ക്ലിൻ ചേട്ടാ. എൻ്റെ പൊന്നെ ഇതെന്ത് സ്ഥലമാണ്? എടാ ഷിൻചാനെ എൻ്റെ കൂടെ തന്നെ നിൽക്കടാ. ചേടാ നമുക്ക് എങ്ങനെയാണ് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ? എനിക്കൊരു ഐഡിയ തന്നെയില്ല. ഷെൻ്റെ ആളിയാ, നമുക്കെന്തായാലും നേരെ എന്തായാലും ഈ ഒരു ഗേറ്റിൻ്റെ അപ്പുറത്ത് ഇറങ്ങാം ഗൈസ്. ഓക്കെ, എന്നിട്ട് നമുക്ക് വല്ലതും തീരുമാനിക്കാം ഗൈസ്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ എന്ന്. എനിക്കൊരു ഐഡിയ തന്നെ ഇല്ല. ഓക്കെ ഗൈസ്, എന്തായാലും ഞാൻ എന്തായാലും ഇവിടെ എന്തായാലും ഈ ഒരു സാധനത്തിൻ്റെ ഗേറ്റിൻ്റെ അപ്പുറത്ത് എന്തായാലും വന്നിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ വെളിയിലൊന്ന് ചാടേണ്ടതെന്നൊരു ഐഡിയ തന്നെയില്ല. ഈ ഒരു മതിലോലത്തെ ഈ ഒരു വേലി വഴി ചാടാൻ തന്നെ പറ്റത്തില്ല. അയ്യോ ഫ്രാങ്ക്ലിൻ ചേട്ടാ നമ്മളെങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടും? എടാ ഷിൻചാനെ എനിക്കൊരു ഐഡിയ തന്നെയില്ല. പക്ഷെ എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഇവിടെ തന്നെ കുറച്ച് നേരം വെയിറ്റ്. അയ്യോ ഇതെന്താണ് സീൻ? അയ്യോ ഇതെന്താണ്? നമ്മൾ അങ്ങോട്ടേക്കും ഷെയ്ക്കാവണി. എൻ്റെ അമ്മോ, അയ്യോ ഇതെന്താണ്? ഓക്കെ ഗൈസ്, ഇതിപ്പോൾ എന്താണ് സംഭവം? എനിക്കൊരു ഐഡിയ നല്ല. എൻ്റെ മോനെ ഗൈസ്, നമ്മളാണെങ്കിൽ നമ്മൾ നിന്ന ആ ഒരു ഇതിൻ്റെ ഫ്രണ്ടില്ലേ, അവിടെ എന്തോ ഷെയ്ക്കോല അടിച്ച് എന്നിട്ട് നമ്മൾ നേരെ താഴെ പോണേ. എൻ്റെ